ഹായ് ജെയ്മെയിൻ 2026 ജാനുവരി 28 ഷിഫ്റ്റ് 1-ലെ ക്വസ്റ്റൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ ടു സെൽസ് ഹാവിംഗ് സെയിം ഇ എം എഫ് ഇ ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ. അപ്പോൾ രണ്ട് സെല്ലിനും ഒരേ ഇ എം എഫ് ആണ്, ഒരേ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ദ കറന്റ് പാസിംഗ് ത്രൂ ദ എക്സ്റ്റേണൽ റെസിസ്റ്റർ 6 ohm ഈസ് സെയിം വെൻ ബോത്ത് സെൽസ് ആർ കണക്റ്റഡ് ഐദർ ഇൻ പാരലൽ ഓർ ഇൻ സീരീസ്. ദ വാല്യൂ ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ ഈസ് എന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞത് കറന്റ് രണ്ട് കേസിലും സെയിം ആണ്. പാരലൽ കോമ്പിനേഷനിലും അതുപോലെ തന്നെ സീരീസ് കോമ്പിനേഷനിലും നമുക്ക് കറന്റ് സെയിം ആണെന്ന്. അപ്പോൾ നമുക്ക് രണ്ട് കേസിലും കറന്റിന്റെ ഇക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് പാരലൽ കോമ്പിനേഷൻ എടുക്കാം. പാരലൽ കോമ്പിനേഷൻ എടുത്താൽ പാരലൽ കോമ്പിനേഷനിൽ നമുക്കറിയാം സെല്ലുകൾ ഐഡന്റിക്കൽ സെൽസ് വെൻ കണക്റ്റഡ് ഇൻ പാരലൽ ഈക്വലന്റ് ഇ എം എഫ് എന്താ? ഈ തന്നെ ഒരു സെല്ല് അല്ലേ, രണ്ടെണ്ണം നമുക്ക് പാരലലി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പാരലലി സെല്ലുകൾ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഐഡന്റിക്കൽ സെല്ലാണെങ്കിൽ ഈക്വലന്റ്, കാരണം ഇവിടെ ഇത് ഇ, ഇത് ആറ്, അപ്പോൾ ഈ ഈക്വലന്റ് എന്താണ്? ഈ തന്നെ. ആർ ഈക്വലന്റ് എന്താണ്? ആർ ഈക്വലന്റ് രണ്ട് ആറുകളും പാരലലി കണക്റ്റഡ് ആണ്. അപ്പോൾ ആർ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ദെർഫോർ ഇവിടെ കറന്റ് ഐ ഈസ് ഈക്വൽ ടു ഇ എം എഫ് ഇ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് ഇ ഡിവൈഡഡ് ബൈ 6 പ്ലസ് ഈക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണ്? ആർ ബൈ 2 ആണ്. ഈക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ ബൈ 2. റെഡി അല്ലേ? ഓക്കെ, ആർ ബൈ 2. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 12 മുകളിൽ 2e ഡിവൈഡഡ് ബൈ 12 പ്ലസ് ആർ എന്ന് കിട്ടും. 2e ഡിവൈഡ് ബൈ 12 പ്ലസ് ആർ. ഇത് പാരലൽ കോമ്പിനേഷനിലെ കറണ്ടാണ് നമ്മൾ കണ്ടെത്തി. ഇനി സിമിലർലി നമുക്ക് സീരീസ് കോമ്പിനേഷനിലേക്ക് പോവാം. സീരീസ് കോമ്പിനേഷനിലാവുമ്പോൾ ടോട്ടൽ ഇ എം എഫ് 2e ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് ഇവിടെ ആർ പ്ലസ് 2r അല്ലേ വരാം, സീരീസ് കോമ്പിനേഷൻ. ഓക്കെ, therefore this is equal to 2e divided by 6 plus 2r. And given that ഈ രണ്ട് കറണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞത് അല്ലേ, ഈ രണ്ട് കറണ്ടും ഈക്വൽ ആണെന്നാണ് ക്വസ്റ്റനിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ രണ്ട് ഇക്വേഷനെയും കൂടെ ഇക്വേറ്റ് ചെയ്യുക. നമ്മൾ രണ്ടിനെയും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. therefore പാരലൽ കോമ്പിനേഷനിൽ നമുക്ക് കിട്ടിയത് 2e divided by 12 plus r. That must be equal to 2e divided by 6 plus 2r ആണ്. 6 plus, അപ്പോൾ 2e കട്ട് ചെയ്തു. 2e കട്ട് ചെയ്താൽ ബാക്കി നമുക്കുള്ളത് 12നെ ഞാൻ ഇവിടെ നിർത്തി, -6നെ അങ്ങോട്ട് കൊണ്ടുവന്നു, ആറിനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ 2r minus r, യെസ്. therefore r is equal to 6 ohm എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ 4 is correct.